ദേവാധിദേവനായ സാക്ഷാൽ മഹാദേവൻ അല്ലിയുടെ ആത്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മരണശേഷം ഒരാത്മാവ് ഉള്ളൊരുകി ദൈവസ്ഥാനത്തേക്ക് അപേക്ഷയോടെ കൈകൂപ്പുന്നത് ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ തന്നെ ഇതാദ്യമാവാം. ഒരു ജീവിതം മുഴുവൻ മഹാദേവനായി പൂജ സമർപ്പിച്ച തനിക്ക് എന്തിനിത്തരത്തിലൊരു മരണം നൽകിയെന്ന് അദ്ദേഹത്തോട് അവൾ ചോദിച്ചു. എന്നാൽ അല്ലിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ അടരുന്നതിന് മുൻപായി മഹാദേവൻ അവൾക്കായി നൽകിയ സൂചനകളെ അവളുടെ ബോധമനസ്സിലേക്ക് പകർന്നു നൽകുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. നമ്പിക്കു വേണ്ടി അവസാനമായവൾ മഹാദേവന് പൂജ സമർപ്പിച്ചപ്പോൾ കരിന്തിരി എരിഞ്ഞിരുന്നു. അല്ലിയുടെ മരണത്തിന് പാത്രമായ പഞ്ചവൻകാടിന്റെ അതിർത്തി എത്തിയപ്പോൾ തന്നെ അവളെ തടഞ്ഞുകൊണ്ട് ഒരു ഭീമാകാരനായ സർപ്പം അവൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അല്ലി അവനു വേണ്ടി മുന്നോട്ടു പോയത്. തന്റെ വിധിയിൽ അത്യധികം വേദനിച്ചു കരയുന്ന അല്ലിയുടെ കണ്ണുനീർ ആ മണ്ണിൽ പതിച്ചു. പക്ഷേ നിമിഷങ്ങൾ മുന്നോട്ടു പോകവേ ആ കണ്ണുനീരിന്റെ ഉറവ പൂർണ്ണമായും വറ്റി വരണ്ടിരുന്നു. വർദ്ധിച്ച കോപത്തോടെ അവൾ മഹാദേവനോടായി ഒരു വരം ആവശ്യപ്പെട്ടു. നമ്പിയെ തന്റെ കരങ്ങൾ കൊണ്ട് കാലപുരിയിലെത്തിക്കണം. ക്രോധത്തോടെ വരം ആവശ്യപ്പെടുന്ന അല്ലിയുടെ കണ്ണുകളിലേക്ക് അദ്ദേഹം നോക്കിയത് തികച്ചും ഒരു ശാന്തഭാവത്തോടെയാണ്. കാരണം നമ്പിയുടെ വിധി എഴുതിയത് സാക്ഷാൽ മഹാദേവൻ തന്നെയായിരുന്നു. കേട്ട കഥകളിൽ നിന്നും ആരും പറയാതെ പോയൊരേട് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. 7ാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവു കഥ.